വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. സൂക്ഷ്മ കൃഷിയിൽ ഒരു വിപ്ലവ കാവ്യം. കാർഷിക വൃത്തി ഉപാസനയാക്കിയ ഒട്ടേറെ പേർ കേരളത്തിലുണ്ട്. അവരുടെ പരികർമ്മികളായി സേവനമനുഷ്ഠിക്കുന്നത് മഹാഭാഗ്യമായി കരുതുന്ന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. ഈ കൂട്ടായ്മ വരണ്ട മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. മണ്ണോ അവർക്ക് വേണ്ടുവോളം വേണ്ടുന്നതെല്ലാം ചുരത്തുന്ന കാമധേനുവുമാകുന്നു. അതാ വരിവരിയായി കുറേ കുട്ടികൾ ആർത്തുല്ലസിച്ചു പോകുന്നുണ്ടല്ലോ. എവിടേക്കാണ് അവർ പോകുന്നത്? എന്താണ് അവരുടെ മുഖങ്ങളിൽ ഇത്ര ഉല്ലാസം? നൂറുമേനി പ്രേക്ഷകരെ, നമുക്കും ഇവരോടൊപ്പം ഒന്ന് കൂടിയാലോ? ഇത് തൃശൂർ മാള കൃഷിഭവൻ പരിധിയിൽ അഷ്ടമിച്ചിറ രഞ്ജിത്ത് പി ചിറ്റേത്തിന്റെ കൃഷിഭൂമി. വെണ്ട, പയർ, നാടൻ പയർ, പാവൽ, പച്ചമുളക്, വെള്ളരി, പൊട്ടുവെള്ളരി, കണിവെള്ളരി, തക്കാളി, പടവലം, വഴുതന, പാവൽ ഇവയെല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. മാള കൃഷിഭവന്റെ കീഴിൽ ആരംഭിച്ച തുറസായ സ്ഥലത്ത് സൂക്ഷ്മ കൃഷി അഥവാ കൃത്യതാ കൃഷി ചെയ്യൽ പദ്ധതിയിൽ നാന്ദി കുറിച്ച് വിജയം കൊയ്യുന്നയാളാണ് രഞ്ജിത്ത് പി ചിറ്റേത്ത്. 10 ഏക്കറോളം ഇപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്. സീസണുകളിൽ പാട്ടത്തിനെടുത്ത് 26 ഏക്കറോളം ഭൂമിയിൽ രഞ്ജിത്ത് കൃഷി ചെയ്യാറുമുണ്ട്. രഞ്ജിത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നമ്മളുടെ എല്ലാ തോട്ടങ്ങളും കൃത്യത കൃഷി രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെഡുകൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ബെഡുകൾ, ഇപ്പോൾ ഇത് പാടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ബെഡുകൾ നമുക്ക് കൂടുതൽ ഹൈറ്റിൽ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ പറമ്പുകളിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നെങ്കിൽ നമുക്ക് ബെഡ് ഒരു 1 മീറ്റർ വിഡ്ത്ത്, അതുപോലെ തന്നെ ഒരു 30 സെൻറ്റിമീറ്ററോളം ഹൈറ്റ്, ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. പക്ഷേ പാടങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം കെട്ടാത്ത രീതിയിൽ നമ്മൾ ബെഡ് കൂടുതൽ ഇതുപോലെ കൂടുതൽ ഹൈറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ട്രാക്ടറിൽ ഫസ്റ്റ് ബെഡ് എടുത്തതിന് ശേഷം നമ്മൾ ട്രാക്ടറിൽ നമുക്ക് എടുക്കാവുന്ന ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾച്ചിങ് ചെയ്യാവുന്ന ബെഡാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ കൂടുതൽ ഹൈറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മണ്ണ് വെട്ടി തൂമ്പുകൊണ്ട് തന്നെ വെട്ടി കയറ്റി അതിന് ശേഷം നമ്മൾ വളം ഇട്ടിട്ട് വീണ്ടും മണ്ണ് വെട്ടി കയറ്റി ഇതുപോലെ ഹൈറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഏകദേശം ഇപ്പോൾ ഇത്രയൊക്കെ വെള്ളം കിടന്നു കഴിഞ്ഞാലും ഒരടി വെള്ളം നിന്ന് കഴിഞ്ഞാലും ചെടികൾക്ക് വേറെ യാതൊരു പ്രശ്നങ്ങൾ വരില്ല. അതിൻ്റെ റൂട്ട്സ് ഓൺ മുകളിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബെഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൽ ഇപ്പോൾ നമ്മളതിൻ്റെ pH ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കുമ്മായം ആഡ് ചെയ്ത് കൊടുക്കും, അതിൻ്റെ pH കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ന്യൂട്രൽ pH എന്ന് പറയുന്നത് 6 to 7 ഇടയിൽ നമ്മൾ നിർത്തുക എന്നുള്ളതാണ്, 6.5 അപ്പോൾ അതിനനുസരിച്ചുള്ള കുമ്മായം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് മാനുവറായിട്ട് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ബെഡിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് സൂക്ഷ്മജീവികളും സംഭവങ്ങളും അതിൽ വളർന്നു കിട്ടുന്ന ഒരു സംവിധാനം കിട്ടും. ബെഡുകൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ വളം ചേർത്ത് മണ്ണൊരുക്കി ഡ്രിപ്പ് യൂണിറ്റ് സ്ഥാപിക്കലാണ് തുടർക്കർമ്മം. ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഇൻലൈൻ ലാറ്ററൽസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റിലും ഓരോ 40 സെൻറ്റിമീറ്ററിലും ഇൻലൈൻ ആയിട്ടുള്ള ഹോൾസ് ഉണ്ട്. അത് കമ്പനി തന്നെ അടിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ ഓരോ പോയിന്റിലും നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് വെള്ളം പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും 1 മണിക്കൂറിൽ 2 ലിറ്റർ വെള്ളം ഡ്രോപ്പായിട്ട് വീഴും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ പച്ചക്കറികൾക്കൊക്കെ തന്നെ നമ്മൾ കടുത്ത വേനലിൽ പോലും ഒരു ദിവസം 2-2.5 ലിറ്റർ വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായ അളവിൽ വെള്ളം ഒട്ടും പാഴാക്കാതെ ചെടിയുടെ ആ വേര് പടലത്തിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ഒരു ചിലവ് വരുന്നത് ഒരു ഏക്കറിന് 75,000 രൂപയാണ് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം സെറ്റ് ചെയ്യാൻ വേണ്ടി ചിലവ് വരുന്നത്. അതിലടക്കം ഫെർട്ടിഗേഷനുള്ള സംവിധാനം, അതായത് നമുക്ക് ഈ ഇറിഗേഷനിൽ കൂടെ തന്നെ വളം കൊടുക്കാനുള്ള ഒരു സംവിധാനവും നമുക്ക് അതിൽ കിട്ടും. ജലത്തിൽ ലയിക്കുന്ന ജൈവ രാസവളങ്ങൾ വെഞ്ചുറി രീതി മുഖേന ചെടികൾക്ക് നൽകുന്നു. ആദ്യപടി വളത്തെ ജലത്തിൽ ലയിപ്പിക്കുക എന്നതാണ്. വെഞ്ചുറിയുടെ 2 വാൽവുകളും തുറക്കാവുന്നതാണ്. പ്രധാന വാൽവ് 75% അടയ്ക്കുമ്പോൾ വെഞ്ചുറി വഴി വെള്ളം വലിച്ചെടുക്കപ്പെടുന്നു. പ്രഷർ ഗേജ് പരിശോധിച്ചാൽ ലൈനിൽ അപാകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാനും കഴിയും. അതിനുശേഷം ബെഡുകൾക്ക് മേലെയായി മൾച്ചിങ് ഷീറ്റ് വിരിക്കണം. മൾച്ചിങ് ഷീറ്റ് അപ്പോൾ 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് 1 മീറ്റർ വിഡ്ത്തിലും ഒന്ന് 1.2 മീറ്റർ വിഡ്ത്തിലും. അപ്പോൾ നമ്മൾ പറമ്പുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1.2 മീറ്റർ വിഡ്ത്തിൻ്റെ ഷീറ്റാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെഡിൻ്റെ വിഡ്ത്ത് നമ്മൾ 1 മീറ്ററായിട്ട് കീപ്പ് ചെയ്യും. പക്ഷെ പാടങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബെഡ് ഭയങ്കര ഹൈറ്റ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ 1.2ൻ്റെ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ വീണ്ടും വേറെ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏത് കൃഷിയാണ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ആവശ്യമായ അകലങ്ങളിൽ PVC പൈപ്പ് ഉപയോഗിച്ച് മൾച്ചിങ് ഷീറ്റിൽ മതിയായ വിസ്തൃതിയിൽ സുഷിരങ്ങളും ഇടണം. ഇത്രയുമാകുമ്പോഴേക്കും കൃഷി ഇറക്കുന്നതിന് ഭൂമി പാകമായി കഴിഞ്ഞിരിക്കും. പുഴവെള്ളം കയറിയ പാടമല്ല ആ കാണുന്നത്, മൾച്ചിങ് ഷീറ്റ് വിരിച്ച തക്കാളിത്തോട്ടമാണത്. ശിവം ഇനം തക്കാളിയുടെ ഗ്രാഫ്റ്റഡ് തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. തക്കാളി, മുളക്, വഴുതന എന്നിവയുടെ ഹൈബ്രിഡ് വിത്തുകൾ തൃശൂർ മണ്ണുത്തി അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ നിന്നും ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങുകയും ചെയ്യുകയാണ് ഇവിടുത്തെ പതിവ്. ചുണ്ടങ്ങയുടെ തൈയിലോ മറ്റ് ബാക്ടീരിയ പ്രതിരോധക ശേഷിയുള്ള തൈകളിലോ ആണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് തൈകൾ ഉപയോഗിക്കുന്നത് മൂലം ബാക്ടീരിയൽ വാട്ടരോഗത്തെ ഒഴിവാക്കാനാകും. മാത്രമല്ല, മഴക്കാലത്ത് പച്ചക്കറി വിളവിൽ സാധാരണയുണ്ടാകുന്ന കുറവ് ഗ്രാഫ്റ്റ് ചെടികളെ ബാധിക്കാറുമില്ല. തക്കാളിക്ക് അല്പം വാട്ടം പെട്ടതുപോലെ ഉണ്ടല്ലേ? 36 ഡിഗ്രിയോളമല്ലേ ഇപ്പോഴത്തെ ചൂട്? പൂവിടാൻ ഇത്തിരി വൈകിയെങ്കിലും മഴ കിട്ടിയതുകൊണ്ട് ആശ്വാസമായി രഞ്ജിത്തിന്. ഹരിതാഭമായ വെണ്ടത്തോട്ടം. 30 ദിവസമേ ആയിട്ടുള്ളൂ ഈ വെണ്ടയ്ക്ക്. എന്നിട്ടും എന്തൊരു കരുത്ത്! ഇനം സാൽവയാണ്. നിശ്ചിത അളവിൽ നിയന്ത്രിതമായി നനയും വളപ്രയോഗവും നടത്താൻ കഴിയുന്ന ഒരാളിനു മാത്രമേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും പുഷ്ടിയോടെ ചെടികളെ പരിരക്ഷണം ചെയ്തെടുക്കാനാവൂ എന്ന് പറയേണ്ടതില്ലല്ലോ. മറ്റു വെണ്ട ഇനങ്ങളെ അപേക്ഷിച്ച് സാൽവ ഇനം വെണ്ടയ്ക്ക് ശാഖകൾ കൂടുതലുള്ളതിനാൽ ഒരു സമയം 7-8 വെണ്ടയ്ക്ക വരെ ഒരു ചെടിയിൽ നിന്നും ലഭിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് രഞ്ജിത്ത് വിളവെടുക്കുന്നത്. പാടത്താണെങ്കിൽ ഏക്കറിന് 15 ടണ്ണും പറമ്പിലാണെങ്കിൽ 7 മുതൽ 8 വരെ ടണ്ണും വിളവ് കിട്ടുമെന്നാണ് രഞ്ജിത്തിൻ്റെ അനുഭവം. കൃഷി ലാഭകരമാക്കുന്നതിന് ഒരു റിലേ ക്രോപ്പിംഗ് രീതി ഇവിടെ അവലംബിച്ചിരിക്കുന്നു. വെണ്ടയിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യുക, വെണ്ട ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഒരു 10-20 ദിവസമൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ കറക്റ്റ് ഇതേ ഹോളിൽ, ഇപ്പം നമ്മൾ വെണ്ട പ്ലാന്റ് ചെയ്ത ഹോളിൽ തന്നെ 2 മണി വീതം പയർ നമ്മൾ കുത്തി കൊടുക്കും. അപ്പോൾ അതിന് വെണ്ട അതിൻ്റെ ഹാർവെസ്റ്റിങ് കഴിയുമ്പോഴേക്കും നമ്മളുടെ പയർ പതുക്കെ മുളച്ച് ഇതിൽ ചുറ്റി പിടിച്ച് നമുക്ക് പയർ അപ്പോൾ ഹാർവെസ്റ്റിങ് തുടങ്ങാറാവും. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഷോർട്ട് പീരീഡിൽ നമുക്ക് വെണ്ട കഴിയുന്നതിനുള്ളിൽ അടുത്ത വിളവ് നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വെണ്ടയിൽ നമ്മൾ പയർ കയറ്റി കൊടുത്ത് വളർത്തുമ്പോൾ നമുക്ക് പയറിലും കൂടുതൽ ഈൽഡ് കിട്ടും.
പയർ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്ന ഒരു നാടൻ വെറൈറ്റിയാണ്, ഇവിടുത്തെ ലോക്കൽ കൃഷിക്കാരിൽ തന്നെയുള്ള ഒരു വെറൈറ്റിയാണ്. റെഡ് കളറും ഗ്രീൻ കളറുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ്. അതിനാണ് നമ്മളുടെ ഇവിടുത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. അതിനൊരു സ്ഥിരമായ വിലയും കിട്ടും, കാരണം അതിന് വില കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നമില്ല. അത് നമ്മൾ അടുക്കുകളായി കെട്ടിയാണ് നമ്മളത് കൊടുക്കുക. വെണ്ട വിളവെടുപ്പ് കഴിയാറാകുമ്പോഴേക്കും പയറിന് വിളവെടുപ്പ് ആരംഭമായിട്ടുണ്ടാകും. അധ്വാന സമയവും തൊഴിലാളി കൂലിയുമൊക്കെ റിലേ ക്രോപ്പിങ്ങിലൂടെ ലാഭിക്കാൻ കഴിയും. ഒറ്റ നിലമൊരുക്കലിൽ ദീർഘകാല വിളവെടുക്കാനും സാധിക്കും. എന്താ ലാഭകരമല്ലേ? കൊച്ചു സ്വർണ്ണക്കമ്മലുകളും അണിഞ്ഞ് പൊട്ടുവെള്ളരിത്തോട്ടം പരന്നു കിടക്കുന്നു. മുഴുത്ത വെള്ളരിക്കയുടെ മിനുത്ത മേനിയിലൊന്ന് തഴുകാൻ തോന്നുന്നില്ലേ? വെള്ളരിക്കയും ചുമന്നുവരുന്ന രഞ്ജിത്തിന്റെ മുഖത്ത് സംതൃപ്തിയാണോ അതോ അഭിമാനബോധമാണോ? രണ്ടിനുമപ്പുറം അപ്രമേയമായ ഒരു നിർവൃതി എന്തായാലും നമ്മുടെ ഉള്ളിലും നുരയുന്നുണ്ടല്ലോ. അധികം ആരും കൈവച്ചിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ വളരെ ലാഭകരമായ ഒന്നാണ് പൊട്ടുവെള്ളരി കൃഷി. പാടത്താണെങ്കിൽ 18 മുതൽ 20 ടൺ വരെയും പറമ്പിലാണെങ്കിൽ 10 ടൺ വരെയും വിളവ് ലഭിക്കും. ഇത് പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ടൊരു ക്രോപ്പാണ്. പ്രധാനമായിട്ടും നമ്മളിത് യൂസ് ചെയ്യുന്നത് ജ്യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും പാകമായി ഇത് തന്നെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ കാമ്പ് എടുത്തിട്ട് നമുക്ക് ജ്യൂസാക്കി ഉപയോഗിക്കാൻ പറ്റും. ശരീരത്തിന് വളരെയധികം തണവ് തരുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രധാനമായിട്ടും കോസ്റ്റൽ ഏരിയയിലാണ്, അതായത് ഇപ്പോൾ ഗുരുവായൂർ, എറണാകുളം ആ ഹൈവേയിലാണ് നമ്മുടെ ഇതിൻ്റെ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഉൽപ്പാദനം നമ്മളുടെ ഈ മാള മേഖലയിലാണ്. ഏക്കറിന് ഏകദേശം 1.25 ലക്ഷം വരെ വിലയ്ക്ക് മതിച്ചു കൊടുക്കുന്നു. തന്മൂലം വാഹന വാടക, കയറ്റിറക്ക കൂലി എല്ലാം ലാഭം. നല്ല തണുപ്പും രുചിയും പോഷക ഗുണവും പ്രദാനം ചെയ്യുന്നു പൊട്ടുവെള്ളരി ജ്യൂസ്. ഇതാ രഞ്ജിത്തിന്റെ മകൾ ആദ്യ ജ്യൂസ് നുണയുന്നത് നോക്കൂ. ഒരു തോട്ടത്തിൽ ഒരേ സമയം പൊട്ടുവെള്ളരിയും പടവലവും പൊട്ടുവെള്ളരിയും പാവലും എന്നിങ്ങനെ അനുയോജ്യമായ വിളകളെ ഒരേ തടത്തിൽ കൃഷി ചെയ്യുക. നിറയെ കായ്കളുമായി പടവലത്തോട്ടം. പൊട്ടുവെള്ളരി പ്രധാന വിളയാക്കി പടവലവും പാവലും കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിലെ കൗശലം രഞ്ജിത്ത് തന്നെ വിവരിക്കുന്നു. ഇത്തവണ നമ്മൾ വേനലിൽ നമ്മൾ കൃഷി ചെയ്തപ്പോൾ നമ്മൾ പാവലും പടവലും പ്രത്യേകിച്ച് ചൂടിൻ്റെ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനൊപ്പം അടിയിൽ പൊട്ടുവെള്ളരിയും കൂടി കൃഷി ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂട് ഭയങ്കര ഓവറായപ്പോൾ പാവലിനും പടവലിനും അത് സഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ വെള്ളരി വർഗ്ഗമായ പൊട്ടുവെള്ളരി അടിയിൽ വളരെയധികം പടർന്ന് ഈ പാവലിൻ്റെയും കൂടി ഒരു ഷെയ്ഡുള്ളതുകൊണ്ട് അവർക്ക് വേറൊരു കംപ്ലൈൻറ്റും വരാണ്ട് നമുക്ക് അതിൽ നല്ല ഈൽഡ് കിട്ടി. അപ്പോൾ പാവൽ അത് കഴിഞ്ഞപ്പോൾ പാവലിലും പടവലും നമുക്ക് കുറച്ച് ഈൽഡ് കിട്ടി എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നമുക്ക് ശരിക്കും അത്ര ടെമ്പറേച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ മൊത്തം ഒരു ഹാർവെസ്റ്റിങ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു വിദ്യയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനിടയിൽ ഭയങ്കര മഴ പെയ്ത് കഴിഞ്ഞെങ്കിൽ എനിക്ക് പാവലോ പടവലോ നന്നായിട്ട് കിട്ടിയേനെ, പൊട്ടുവെള്ളരി അപ്പോൾ നമുക്ക് മോശമായി പോയേനെ. പക്ഷേ ഇത് വെയിലായതുകൊണ്ട് പൊട്ടുവെള്ളരി നന്നായിട്ട് വന്നു, പാവലും പടവലും കുറച്ച് ഈൽഡ് കിട്ടി. അപ്പോൾ ആ രീതിയിലുള്ളൊരു കൃഷി നമ്മൾ ഇത്തവണ അത് പരീക്ഷിച്ചതാണ്, നല്ല വിജയമായിരുന്നു. ഇതിലൊക്കെ ആകൃഷ്ടരായി ഈ രംഗത്തേക്ക് എടുത്തു ചാടിക്കളയരുത്. ഇത്തിരി പാടാൻ അറിയുമെന്ന് കരുതി ആരെങ്കിലും സംഗീത കച്ചേരി നടത്താൻ ഒരുമ്പിടുമോ? ശാസ്ത്രീയമായി നല്ല പരിശീലനം നേടിയ ശേഷമേ ഈ രംഗത്തേക്ക് ഇറങ്ങാവൂ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്തും അദ്ദേഹം ഉൾപ്പെട്ട ക്ലസ്റ്ററിൽപ്പെട്ട മറ്റ് കൃഷിക്കാരും സ്വന്തം അറിവ് ആർക്കു വേണമെങ്കിലും പകർന്നു കൊടുക്കാൻ സദാ സന്നദ്ധരാണ്. അംഗലാവണ്യം കൊണ്ട് അപ്സരസുകളെപ്പോലെ നിരനിരയായി ഇളം കാറ്റിൻ്റെ തലോടലിൽ മെല്ലെ ഇളകിയാടുന്ന വഴുതനച്ചെടികൾ നമ്മെ ആശ്ലേഷം ചെയ്യാൻ വെമ്പുന്നത് പോലെ അല്ലേ? ചിലരൊക്കെ കാതിൽ വയലറ്റ് പൂക്കളും ചൂടിയിട്ടുണ്ടല്ലോ. വയലറ്റ് നിറത്തിൽ നീലിമ ഇനവും പച്ച നിറത്തിൽ ഗ്രീൻ ലോങ് ഹൈബ്രിഡ് ഇനവുമാണ്. നീലിമയ്ക്ക് ഗ്രാഫ്റ്റിംഗ് ആവശ്യമില്ല. എന്നാൽ ഗ്രീൻ ലോങ് ഹൈബ്രിഡ് ഇനം ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. വഴുതന പ്രധാനമായിട്ടും നമ്മൾ 2 വെറൈറ്റികളാണ് ചെയ്യണത്. ഒന്ന് വയലറ്റ് വഴുതനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നീലിമ എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയും
പിന്നെ നമ്മൾ പച്ച നീളം വഴുതനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ലോങ് എന്നുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റി ചുണ്ടയിലോ അല്ലെങ്കിൽ വഴുതനയിലോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഈ ബാക്ടീരിയൽ വിൽറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് ഇതിന് കൊണ്ടുവരുന്നത്. നീലിമയ്ക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, അത് വിൽറ്റ് റെസിസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡാണ്. അതും വളരെയധികം നമുക്ക് ഈൽഡ് കിട്ടുന്നതാണ്. നമുക്ക് 1 വർഷത്തോളം വരെ സുഖമായിട്ട് ഈ ചെടി നിർത്തി അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ പ്രൂൺ ചെയ്തും നമുക്ക് അതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. കീടനിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മാരകമായിട്ടുള്ള യാതൊരു വിഷവസ്തുക്കളും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ ഒന്ന് ഓർഗാനിക് പെസ്റ്റിസൈഡുകളും ഫംഗിസൈഡുകളും അതുപോലെ തന്നെ നമ്മൾ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ് ഗ്രീൻ ട്രയാങ്കിൾ ഉള്ള സംഭവത്തിൽ മാത്രം യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഒന്ന് നീം എക്സ്ട്രാക്റ്റ്, അതായത് അസാഡിറാക്റ്റിൻ എന്നുള്ള നീമിൻ്റെ എക്സ്ട്രാക്റ്റ്. അപ്പോൾ അത് നമ്മൾ പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊതുവേ കീടങ്ങളിൽ നിന്നുള്ള ശല്യം വളരെയധികം ഒഴിവായി കിട്ടും. കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് അതിൻ്റെ രുചി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ എന്ത് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഈ അസാഡിറാക്റ്റിൻ കൂട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കർഷക കൂട്ടായ്മകളും വിദ്യാർത്ഥി വൃന്ദങ്ങളും സന്ദർശകരും പരിശീലനാർത്ഥികളുമായി ഇവിടെ എത്താറുണ്ട്. ഇതാ നമ്മൾ ആദ്യം കണ്ട കുട്ടികളെല്ലാവരും കൂടി ഈ തോട്ടമൊക്കെ ചുറ്റിക്കറങ്ങിക്കണ്ട് ഇങ്ങെത്തിയല്ലോ. തൃശൂർ പുരണത്തുകര ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥികളാണ് ഈ ചുണക്കുട്ടികൾ. ക്ലസ്റ്റർ കൺവീനറും മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ ജോസഫ് പള്ളനാണ് വഴികാട്ടി. ജോസഫ് പള്ളൻ കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കാമല്ലേ? ഈ പൊട്ടുവളരി എന്ന് പറയുന്ന വസ്തു, അതുപോലെ തന്നെ വെള്ളം സംഭരിക്കുന്ന മറ്റു ഫ്രൂട്ട്സ് ഏതാണ്? വാട്ടർമെലൻ, അതുപോലെ തന്നെ ചാമ്പയ്ക്ക്, അതെല്ലാതാണ്. പക്ഷേ അതിലുപരി 1 കിലോ തണ്ണിമത്തന് ഇപ്പോൾ വിലയുള്ളത് വെറും 20 രൂപ ഉള്ളപ്പോൾ ഇതിൻ്റെ വില, പൊട്ടുവളരിയുടെ വില 40 മുതൽ 50 രൂപ വരെയാണ്. പയറെന്ന് പറയുന്ന സസ്യത്തിൻ്റെ പ്രത്യേകത, അവർ ജീവിക്കുന്ന സമയം മുഴുവൻ നമ്മൾക്ക് ഭക്ഷണം തന്നുകൊണ്ട്, അതായത് പയർ വർഗ്ഗങ്ങൾ തന്നുകൊണ്ട് അവർ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി മണ്ണിനെ ഫലപുഷ്ടിപ്പെടുത്തുന്നു. അതെങ്ങനെയാണ്? അതിൻ്റെ വേരുകൾ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയകളെ സംഭരിച്ചു വയ്ക്കുന്നു. ഇതിനിടയിൽ നാം കാണാതെ പോയ പ്രധാനമായ ഒന്നുണ്ട്. ഈ തോട്ടം ഒരുക്കുന്നതിനും